ദയവായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പരസ്യമായി ഒരാൾക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ 5:5. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നു. ഇത് ഒരു ദൈവ പൈതലിൻ്റെ വിശേഷ ഗുണങ്ങളാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. These beautiful attitudes that Jesus teaches us here are the distinguishing characteristics of a disciple or a Christian. ഒരു ദൈവപൈതലിൻ്റെ ആ ദൈവപൈതലിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ആ വ്യക്തിയെ അടയാളപ്പെടുത്തുന്ന ഗുണങ്ങളാണ് ഇതെല്ലാം തന്നെ. നമ്മൾ കണ്ടു, ഇതൊരു if you will just for a moment, I have already told you this illustration. It's like a staircase. You step on the first step, then the second one, then the third one. If somebody asks us to climb to the 7th step without all the other steps are absent there, it is impossible for us. നാം ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ ഒരു ചവിട്ടുപടിയെ പോലെ അതോരോന്നായിട്ട് നമ്മിൽ ഉണ്ടാകേണ്ട, എപ്പോഴും നിലനിൽക്കേണ്ടതും. നോക്കണം, നമ്മൾ വീണ്ടും ജനിക്കണമെങ്കിൽ പോവർട്ടി ഓഫ് സ്പിരിറ്റ് ഇല്ലാതെ, ദാരിദ്ര്യമില്ലാതെ, ആത്മാവിലുള്ള ദാരിദ്ര്യമില്ലാതെ ഒരുവൻ ദൈവപൈതലാകുകയില്ല. കാരണം ക്രൂശിങ്കിലേക്ക് വരുമ്പോൾ വെറും കൈയായിട്ടാണ് ഒരുവൻ വരുന്നത്. അവൻ്റെ പോവർട്ടി, ദാരിദ്ര്യം സമ്മതിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ആ സമയത്ത് മാത്രമല്ല, നീതീകരണത്തിന് മാത്രമല്ല, കർത്താവേ, വിശുദ്ധീകരണത്തിനും അങ്ങയുടെ സ്റ്റാൻഡേർഡ് എനിക്ക് എൻ്റെ പ്രയത്നത്താൽ നല്ല പ്രവൃത്തിയാലോ ഒന്നും നേടാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, not only when I enter the kingdom, I will remain in the kingdom having this beautiful attitude always. ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമല്ല, ദൈവരാജ്യത്തിൽ നിലനിൽക്കുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ നീതി നിറവേറ്റുവാൻ, ദൈവരാജ്യത്തിൻ്റെ നീതിയെ ഫുൾഫില്ല് ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ പ്രവൃത്തിയാൽ എനിക്ക് വിശുദ്ധീകരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, I will always remain poor in the spirit, because I know for sure that I do not have anything that takes to please God, to be living a life that is pleasing. I do not have. So I become poor. രണ്ടാമതായിട്ട്, when I really know that I am poor, ഞാൻ ആത്മീകമായി ദരിദ്രനാണ്, ദൈവരാജ്യത്തിൽ കേടാൻ എനിക്ക് കഴിവില്ല, എൻ്റെ നീതി കൊണ്ട് സംഭവിക്കില്ല, ദൈവരാജ്യത്തിൽ നിലനിൽക്കാനും എനിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ മനോഭാവം വൺ ഓഫ് മോർണിംഗ്, എൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ദുഃഖിക്കുന്ന മനോഭാവം. എന്തിൻ്റെ ദുഃഖം? Sorrow is good for nothing but for sin. വേറെ ഏത് കാര്യത്തിൽ സോറോ എടുത്താലും അത് നല്ലതല്ല. കാരണം അതെല്ലാം തന്നെ വളരെ പ്രയാസകരമാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ സോറോ ഈസ് ഗുഡ് when you really mourn over your sin.
ദുഃഖം നല്ലതാകുന്നത് എപ്പോഴാണെന്നറിയാമോ? പാപത്തെ ഓർത്ത് കരയുമ്പോഴാണ് ദുഃഖം നല്ലതാകുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു അവർക്ക് ആശ്വാസം ലഭിക്കും. ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ. ധന്യ ഹേ വോ, ബ്ലെസ്സഡ്. ഈ രണ്ട് മനോഭാവവും it has got a pervasive influence in our lives. ഈ രണ്ട് മനോഭാവവും ഇതിന് ഒരു വ്യാപന ശക്തിയുണ്ട്. യേശു പറഞ്ഞ ഒരു ഉദാഹരണം അത് ഇതിനോടുള്ള ബന്ധത്തിലല്ലെങ്കിലും ആ പാരബിൾ നമ്മൾ ചിന്തിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാകും. അതിങ്ങനെയാണ്. യേശു പറഞ്ഞു, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ആ പുളിച്ച മാവ്. രാവിലെ നമ്മൾ പുളിച്ച മാവ് നെഗറ്റീവായിട്ടാണ് കണ്ടത്. എന്നാൽ ഇവിടെ മാത്രമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ പുളിച്ച മാവിനെ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ അതല്പം എടുത്ത് തൻ്റെ മാവിനകത്ത്, വളരെ ചെറിയതാണ് പക്ഷെങ്കിൽ അത് മുഴുവൻ വ്യാപിക്കുക. യേശു ഇത് പറഞ്ഞത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്, അല്ല സ്വർഗരാജ്യത്തോടുള്ള ബന്ധത്തിൽ. അതുപോലെ സ്വർഗരാജ്യം എന്നത്, ഓൾദോ യു കനോട്ട് സീ, it is growing, it is working its way through the hearts and minds of people. And I know for sure the kingdom of God is expanding so fast in this era of social media, especially because previously നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയാതിരുന്നിടത്തൊക്കെ കർത്താവിൻ്റെ വചനം ഇന്ന് ചെന്നുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്നില്ലെങ്കിലും ദൈവരാജ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചാണ് യേശു അവിടെ പറഞ്ഞത്. എങ്കിലും ഇവിടെ ഞാൻ പറയാൻ വരുന്ന കാര്യം, ഈ പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിനും ദുഃഖത്തിനും ഇതുപോലെ തന്നെ ഒരു പെർവസീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു വ്യാപന ശേഷിയുണ്ട്. അതെന്താണ്? അത് ആദ്യം പറഞ്ഞ രണ്ട് കാര്യം നമ്മിലുണ്ടെങ്കിൽ അടുത്ത കാര്യം നമ്മിൽ ഉണ്ടായിരിക്കും 100%. അതെന്താണ്? ബ്ലെസ്സഡ് ആർ ദ മീക്ക്, സൗമ്യതയുള്ളവർ. ആകട്ടെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം, നമുക്കിന്ന് സമയമില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച വളരെ വ്യക്തമായിട്ട് ചിന്തിക്കും. ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇനി തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒരു കാര്യം ആദ്യമേ അങ്ങ് പറയാം. ഈ സൗമ്യത എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നല്ല. നമ്മളിൽ ചിലർ ബൈ ബർത്ത് ശാന്തതയുള്ളവരാണ്. ബൈ ബർത്ത് ശാന്തതയുള്ളവരാണ്. അപ്പോൾ ചിലരൊക്കെ ചിരിക്കുന്നു, ചിലരൊക്കെ എപ്പോഴും അങ്ങ് ബഹളമാണ്. അങ്ങനെയുള്ളവരുമുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ടെമ്പറമെൻറ്റ്. മനോഹരമാകുന്ന ഒരു പുസ്തകമുണ്ട്, സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻ്റ് എന്ന്. അത് ടിം ലെഹായ് എഴുതിയ നല്ലൊരു പുസ്തകമാണ്. അപ്പം ടെമ്പറമെൻറ്റ്സ് പല രീതിയിലാണ്, സ്വഭാവം. അതിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ ജനിച്ച കുടുംബവും അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പേരൻസിൻ്റെ ആ സ്വഭാവം, അവരുടെ ജീവിത രീതി. അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, പേരൻസിനെ കണ്ടാൽ കുഞ്ഞുങ്ങൾ വളരുന്നു കേട്ടോ. അതെല്ലാവരും ഓർത്താൽ മതി, നന്നായിരിക്കും. അത്രയും പറഞ്ഞ് ഞാനങ്ങ് പോട്ടെ. ഇന്നത് നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ച പറയാം. സോ ചിലർ സ്വാഭാവികമായിട്ട് വന്നാട്ടെ ഇരുന്നാട്ടെ എന്നുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ട് നല്ല കാര്യം. അതില്ലാത്തവർക്ക്, ആ സിവിലിറ്റി ഇല്ലാത്തവർ ആ സിവിലിറ്റി വേണം താനും. ചുമ്മാ അതെടുത്തടിച്ച് വർത്താനം പറയാതെ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങൾ.
ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് അവർ എത്രത്തോളം അർത്ഥമാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാവ് എ ഗുഡ് ഡേ, താങ്ക് യു, പ്ലീസ്. നല്ല കാര്യം. അതൊക്കെ ആ കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്നാൽ we are talking about, rather Christ is talking about a Christian counterculture that transcends all the cultures. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന, അല്ലെ ക്രിസ്തു പറയുന്ന ഈ മനോഹരമാകുന്ന മനോഭാവങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, സംസ്കാരത്തിൻ്റെ അപ്പുറം കടന്നു പോകുന്ന കൗണ്ടർ കൾച്ചറിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കണം. 2, പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്ങിനെ പറയണം. അതുകൊണ്ടല്ലേ പറ്റൂ. അതിൻ്റെ കാര്യം എന്നാ? അതിൻ്റെ കാരണം ഗലാത്യർ 5:22-23 ആത്മാവിൻ്റെ ഫലമോ, വായിച്ചോ? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിന്റെ ഫലമോ? അപ്പൊ എനിക്ക് പറയാൻ പറ്റുകയില്ല. ഈ ആത്മാവിന്റെ ഫലത്തിന്റെ സവിശേഷത എന്താണെന്നറിയാമോ? അത് ഫലമാണ്, സിംഗിൾ പീസാ, ഫലങ്ങളല്ല. പിന്നെന്താ? ഫലമാ. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ഫ്രൂട്ട്സ്, റാദർ ഇറ്റ് ഈസ് ഫ്രൂട്ട്, വിച്ച് മീൻസ് ചിലർ ബൈ നേച്ചർ സ്നേഹമുള്ളവരാ, ചിലർ ബൈ നേച്ചർ താഴ്മയുള്ളവരാ, ചിലർ ബൈ നേച്ചർ മറ്റുള്ളവരെ സഹായിക്കുന്നവരാ. അതെല്ലാം നേച്ചറിൻ്റെ ഭാഗമാണ്. എന്തിനേറെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. ചില മൃഗങ്ങൾക്കെന്തോ സ്നേഹമാണ്, ഇല്ലേ? ചില മൃഗങ്ങൾക്കെന്തോ സ്നേഹമാണ്. അപ്പം ഇത് നമ്മുടെ മാത്രമല്ല. പിന്നെ മൃഗങ്ങൾക്കോ മറ്റു മനുഷ്യർക്കോ ഇല്ലാത്ത പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ഞാൻ എന്തോ ചെയ്യണം? ഞാൻ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെന്താ? പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുമ്പം, ലോർഡ് ഐ സബ്മിറ്റ്, ഐ ആം നോട്ട് meek, I am at times arrogant, I feel all the grudge. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഗ്രഡ്ജാ കർത്താവേ ഉള്ളത്, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വൈരാഗ്യമാണ് ഉള്ളത്. ഐ ആം പുവർ, ഞാൻ ദരിദ്രനാണ് കർത്താവേ. ഐ മോൺ ഓവർ ദാറ്റ്. മോൺ ചെയ്യാൻ ഒരുക്കമുണ്ടോ? ദുഃഖിക്കാൻ ഒരുക്കമുണ്ടോ? എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയോ? ഹി വിൽ പ്രൊഡ്യൂസ് ദിസ്. ദർ ഇസ് നോ അതർ വേ. വേറെ ഒരു വഴിയില്ല. സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ വായിച്ച് പഠിച്ചിട്ട് അതുകൊണ്ട് ഒക്കെയല്ല. ഞാനിതൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഐ ഹാഡ് മൈ ഷെയർ ഓഫ് ഓൾ ദ ഗുഡ് ബുക്സ്, സോ കോൾഡ് ഗുഡ് ബുക്സ്. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ 7 ഹാബിറ്റ്സോ ഒരു ഹാബിറ്റുമോ ഓർമ്മ വരികയില്ല എനിക്ക് അരിശം വരുമ്പം. അതാ പ്രശ്നം. ഒരു ഹാബിറ്റ് ഓർക്കുകയില്ല. സ്റ്റീഫൻ ആർക്കോവെ പറഞ്ഞ ഹാബിറ്റ്സൊക്കെ നല്ല കാര്യം, വെരി ഗുഡ്, ഗുഡ് ബുക്ക്. പക്ഷെങ്കിൽ എനിക്ക് ഓർക്കാൻ പറ്റുകയില്ല.
കാരണം അന്നേരം എന്നെ ഭരിക്കുന്നത് എന്താ? വേറെ ഒരാത്മാവാണ്. ആ വേറെ ആത്മാവ് മാറിയിട്ട് പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. കുടുംബ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. സഭാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. When he is come, when he is come, he will begin his work. Let's close our eyes.